മോർണിംഗ് ഫ്രം ജപ്പാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് പോവാണെന്നുള്ളത്. പക്ഷേ അത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലേ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ജപ്പാനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് ഡേ 1 ആണ് കേട്ടോ. ഇന്നലെ രാത്രിയിലേ ഞങ്ങളിവിടെ വന്നു. ഒരു കാണാത്ത ലോകത്ത് ചെന്നുവിട്ട ഒരു അവസ്ഥയായിരുന്നു. അതിനെയൊക്കെ പറ്റി ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് സുമിയോഷി ടൈഷ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. എൻ്റെ ഈ പുറവശത്ത് കാണുന്നതൊക്കെ ആ ഒരു സ്ഥലമാണ്. ഇത് ബേസിക്കലി ജപ്പാനിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഷ്രൈനാണ്. 2300 വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ കുറച്ച് ഒരു സൈലൻ്റ് ആവണം, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ കാണിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും ഞാൻ പല സ്ഥലത്ത് നിന്നും ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ നേരത്ത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ രീതിയിൽ വരുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ഡെസ്റ്റിനേഷനിൽ വന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണോ എന്താണെന്ന് മനസ്സിലായില്ല, ഇൻട്രൊഡക്ഷൻ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് എടുക്കാനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ സുമിയോഷി ടൈഷയിലാണെന്ന് പറഞ്ഞല്ലോ. അതിനു മുന്നേ ഞാൻ ഈ പിടിച്ചിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് കുടമാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും ജപ്പാൻ വരുമ്പം എന്തായാലും വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കുടയാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് വാങ്ങേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല, കാരണം ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തു. പിന്നെ തൊട്ടടുത്തുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഈ കുട വാങ്ങിയത്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ട് വരൂ. പിന്നെ നമുക്ക് സുമിയോഷി ടൈഷിലേക്ക് വരാം. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആവേണ്ടത്. ആണോ? ഒരെണ്ണം മതിയോ? കൊട കിട്ടി. സോ ഗുഡ്. അങ്ങനെ കുടയൊക്കെ വാങ്ങി ഇനി നമുക്ക് നേരെ സുമിയോഷി ടൈഷയിൽ പോവാം. സുമിയോഷി ടൈഷ ജപ്പാൻ്റെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷിൻഡോ ഷ്രൈൻ ആണ്. ഇവിടെ 4 ഡെയിറ്റീസ് ആണ് ഉള്ളത്. 3 മെയിൽ ഗോഡും ഒരു ഫീമെയിൽ ഗോഡ്. ഇതിൽ ആ റൂഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഒരു ഫോർക്ക്ഡ് സ്ട്രക്ചർ ഉണ്ടോ, അതിൽ ഔട്ട്വേർഡ് ആയിട്ടിരിക്കുന്നത് മെയിൽ ഡൈറ്റിൻ്റെ, അകത്തോട്ടിരിക്കുന്നത് ഫീമെയിൽ ഡൈറ്റിയുടെ ആണ് കേട്ടോ. പിന്നെ ഷിൻഡോ ഷ്രൈൻസിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ആദ്യം എനിക്ക് അത്ര അറിയത്തില്ലായിരുന്നു, പിന്നെ അവിടെ ഉള്ളവർ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും ചെയ്തത്. ഇങ്ങനെ നമ്മൾ കുനിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈ കൊട്ടണം, പിന്നെയും ഒന്ന് കുനിയുക, പിന്നെയും കൈ കൊട്ടുക. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രാർത്ഥനാ രീതി. ആദ്യം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓക്വേർഡായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കുറേ അമ്പലങ്ങളിൽ പോകുമ്പം ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും. ഇത് ജസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ ആൾക്കാർ ജെന്യൂൻ റിലീജിയസ് സെറിമണീസിനും വരാറുണ്ട്. വെഡ്ഡിങ്സും പിന്നെ കുട്ടി ഉണ്ടായപ്പോൾ, അതായത് ന്യൂ ബോൺ കുട്ടികളെയൊക്കെ കൊണ്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് അവരുടെ ആഗ്രഹങ്ങൾ ഇതുപോലത്തെ ഒരു ബോർഡിൽ എഴുതി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇത് ഇവിടെ മാത്രമല്ല, കുറേ അമ്പലങ്ങളുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ തൊഴുന്നതിന് മുന്നേ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൈയൊക്കെ കഴുകിയിട്ടും വെള്ളമൊക്കെ കുടിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ കുളത്തിലൊക്കെ പോയി കൈയും കാലും ഒക്കെ കഴുകത്തില്ലേ, അതുപോലെ ഇവിടെ കൈയൊക്കെ കഴുകി നമുക്ക് വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ആ അമ്പലത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ കുറച്ച് കടകൾ കണ്ടു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഷോപ്പ് കീപ്പർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു സാമ്പിൾ ടീ ട്രൈ ചെയ്യുമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ കുറച്ച് ഹെസിറ്റേറ്റഡ് ആയിരുന്നു, കാരണം എങ്ങനെയാവുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തോ ശർക്കരയാണോ അതോ ഹണിയാണോ എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള നല്ലൊരു ലിക്വിഡായിരുന്നു. ഇത് സോരിഹാഷി ബ്രിഡ്ജാണ്. ഇതിനെ ടൈക്കോ ബ്രിഡ്ജ് എന്നും വിളിക്കാറുണ്ട്. ഇത് ഭയങ്കര സ്റ്റീപ്പാണ് കേട്ടോ. ഞാൻ തെന്നിപ്പോകുമെന്ന് വരെ വിചാരിച്ചു. ഇതൊരു റെയിൻബോ സ്ട്രക്ചറിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഭൂമിയും ആകാശവും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് എന്നും ഇവർ പറയാറുണ്ട് കേട്ടോ. സുമിയോഷി ടൈഷയെ പറ്റി ഒരുപാട് പറയാനുണ്ട്, കാരണം ഇറ്റ്സ് ഫുൾ ഓഫ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. പക്ഷേ ഈ ഒരു ചെറിയ വീഡിയോയിലെല്ലാം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം സുമിയോഷി ടൈഷ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് കുരോമോൺ മാർക്കറ്റിലാണ്. ഒസാക്കയിലെ വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റാണ്. ഇതിനെ ഒസാക്കാസ് കിച്ചൺ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമില്ല, അത്രയ്ക്കും അൺലിമിറ്റഡ് സ്ട്രീറ്റ് ഫുഡ്സ് ആണ് കേട്ടോ ഇവിടെ കിട്ടാറുള്ളത്. ഏകദേശം 600 മീറ്റർ ദൂരമാണ് ഈ ഒരു സ്ട്രീറ്റ് ഉള്ളത്. ആൻഡ് ആ ഒരു സ്ട്രീറ്റിൽ ഫുള്ളും ഇതേപോലത്തെ സ്ട്രീറ്റ് ഫുഡ്സ് ആണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതായത് ഈറ്റ് അണ്ടിൽ യു ഗിവ് അപ്പ് എന്ന് പറയുന്നത്. അതിന് പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്. കഴിച്ച് നമ്മൾ ഭണ്ഡാരടങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് വലിയ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ നോൺ വെജിൽ ചിക്കനും ഫിഷ്
ഫിഷും എഗ്ഗും മാത്രമേ കഴിക്കാറുള്ളൂ. അതും ഫിഷിൽ തന്നെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അതും ഒരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ രീതിയിലൊക്കെ കുക്ക് ചെയ്ത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ സീ ഫുഡിൻ്റെ ഒരു ചാകര തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പോർക്ക്, ബീഫ് അതൊക്കെയാണ് ഇവിടെ ചിക്കണിനെക്കാട്ടിലും ഈസിലി അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഏതായാലും കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു മാർക്കറ്റ്. അങ്ങനെ എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഇങ്ങനെ തപ്പി നടന്നപ്പം ഈ ഒരു ഡംപ്ലിങ്സ് ഉണ്ട് കേട്ടോ. അപ്പം അതങ്ങ് വാങ്ങി. ആദ്യമായിട്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുംഫു പാണ്ടയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. എങ്ങനെയായി വരുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചേട്ടന് കൊടുത്തു. പുള്ളി ഗ്രീൻ ഫ്ലാഗ് കാണിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ കഴിച്ചാൽ മതിയല്ലോ. ഇത് എന്താ ശരിക്കും ഇത് വെജ് അല്ലല്ലോ? ഒന്നുമില്ല, നോൺ വെജ് ഒന്നുമില്ല. എന്നാ ഞാൻ നോക്കട്ടെ. സോസും കൂടി എടുത്തു. സൈഡിൽ നിന്ന് കടിക്കിങ്ങനെ. അങ്ങനെ ഡംപ്ലിങ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡംപ്ലിങ്സ് വാങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടക്കോയാക്കി ട്രൈ ചെയ്യാൻ പോവാണേ. ഞങ്ങളല്ല, ചേട്ടൻ കുറേ നാളായിട്ട് ഇത് ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ, ജപ്പാനിൽ വരുന്നതിന് മുന്നേ തന്നെ. ഒന്നിടം പറഞ്ഞ് ആ ചൂട് എങ്ങനെ ഇറങ്ങിപ്പോയി? നല്ല ചൂടായിരുന്നു ഇത്. പിന്നെ ചേട്ടൻ പറഞ്ഞു നീയും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പേടിച്ച് ട്രൈ ചെയ്യാൻ പോവുകയാണേ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ എനിക്കിഷ്ടമായില്ല. ഞാൻ നോക്കിയപ്പോൾ ഒക്ടോപ്പസൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന കേട്ടോ. അതുകൊണ്ട് ടാക്കോയാക്കി എനിക്ക് ഫ്ലോപ്പായിരുന്നു. ആക്ച്വലി ചേട്ടനും ഫ്ലോപ്പായിരുന്നു. ചേട്ടൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല. എനിക്ക് പറ്റിയതൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ സ്ക്യൂവേഴ്സും പിന്നെ പൊട്ടറ്റോ, ദ സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈ ആണ്. പക്ഷെ കുറച്ച് തണുത്തിരിക്കുന്നതായതുകൊണ്ട് അങ്ങനെയാണ് അവർ തരുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ പച്ചയ്ക്ക് തിന്നുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അത് കഴിച്ചില്ല. ചിക്കൻ സ്ക്യൂവർ കഴിച്ചു. പിന്നെ അത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. സ്ട്രോബെറി ഒരു ഷുഗർ ലൈനിൽ മുക്കി ഒരു ക്യാൻഡി പോലെ തരും കേട്ടോ. അത് ഭയങ്കര സൂപ്പറായിരുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് ഇത് തന്നെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് അല്ലാത്ത കുറച്ച് ഷോപ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കയറിയേ. ഇതൊക്കെ ഞങ്ങൾ നോക്കി നിന്നതേ ഉള്ളൂ, വാങ്ങിയില്ല. കാരണം കുറേ ഐറ്റംസ് ഒന്നും ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഈ ചോപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വുഡൻ ആയതുകൊണ്ട് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇതൊന്നും കയറ്റത്തില്ല കേട്ടോ. ഇതുണ്ടോ ചെറിയ ചെറിയ പാത്രങ്ങൾ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. അങ്ങനെ കുറേ ചെറിയ ചെറിയ ബൗൾസും അങ്ങനെ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കത്തിക്കടയിൽ കയറി. നൈഫ്സ് കിട്ടുന്ന കടയാണ് കേട്ടോ ഇത്. ജാപ്പനീസ് നൈഫ്സൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ്സാണ്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയതാണ്. ഇതുണ്ട് സാമുറായി സോഡാണ്, അല്ലെങ്കിൽ കട്ടാന എന്ന് പറയും. നല്ല എക്സ്പെൻസീവ് ആണ്. നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 30,000-40,000 രൂപ ഒക്കെ വില വരും. കത്തികളുടെ ഇടയിൽ നിന്നും ഒരാവശ്യമില്ലാതെ ഞങ്ങളുടെ ഒരു മിറർ സെൽഫി. ഇതുണ്ടോ കിച്ചൺ നൈഫ് ഫോർ പ്രൊഫഷണൽസ് ആണ്. നല്ല ഷാർപ്പായിരിക്കും. എനിക്ക് തൊടാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ. ഇത് ട്രഡീഷണൽ നൈഫ്സ് എങ്ങനെ ഉണ്ടാക്കിയിരുന്നേന്ന് കാണിക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ കുരമൂൺ മാർക്കറ്റ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നമ്പ യസാക്ക ജിൻജ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ സേക്രഡ് സ്ഥലങ്ങളൊക്കെ കയറുമ്പം ഇങ്ങനെ കുനിഞ്ഞിട്ട് വേണം കയറാൻ. ഒരു റെസ്പെക്റ്റിനെയാണ് കേട്ടോ അത് കാണിക്കുന്നത്. ഒസാക്കയിൽ ഒരു ഫേമസ് ആർക്കിടെക്ചർ കൂടിയാണ് കേട്ടോ ഈ ഒരു ഷ്രൈൻ. ഇതൊരു 12 മീറ്റർ ലൈൻ ഹെഡ് സ്റ്റേജ് ആണ്. സ്പിരിറ്റ്സിനെയൊക്കെ വിഴുങ്ങാനിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ. അവിടെ തന്നെ കുറച്ച് പയ്യന്മാര് ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടി പ്രാക്ടീസ് ചെയ്യുവാണോ അതോ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ബിലീഫാണോ ഒന്നും അറിയത്തില്ല, അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഇനി നമ്മുടെ
അടുത്ത ഇവിടെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെ? ഒസാക്ക കാസിൽ. ഒസാക്ക കാസിൽ, അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആക്ച്വലി റൂമിൽ വരാൻ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ, ചേട്ടൻ്റെ ഐറ്റിനറിയിൽ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ടയേർഡായി. ഇവിടെ ഉള്ളവർ നടന്ന് എനിക്ക് തോന്നുന്നു ഇരിക്കാൻ ഒരു സൗകര്യമില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുത്തു. ഇപ്പം ടയേർഡായി, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഇനി കാസിലോട്ട് കാസിലിന്റെ അകത്ത് ഒരു കോൺക്രീറ്റ് റീകൺസ്ട്രക്ഷനാ. കാസിൽ ഗ്രൗണ്ട്സിന് വേണ്ടി പോവാ. മ്യൂസിയമാ കാസിലിന്റെ അകത്ത്, ലിഫ്റ്റ് ഒക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. അകത്ത് കയറുന്നില്ലെന്നാണ് പറയുന്നത്. ഞാനിതുവരെ നോക്കിയില്ല കേട്ടോ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഇത് ഇക്കോക്ക എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ എടുത്തതായിരുന്നു. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടിലും പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഒസാക്ക കാസിലിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലെത്തി. കാസിൽ കാണാൻ വന്നു. അപ്പം ഞാനിങ്ങനെ ട്രെയിൻ കയറി ഇവിടെ വന്നപ്പം ആദ്യം കണ്ട ബിൽഡിംഗ് ഇതാണേ. അപ്പം ഞാൻ ചോദിച്ചു, ഇതാണോ കാസിൽ? എന്തോ എനിക്കങ്ങനെ ചോദിക്കാൻ തോന്നി, കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതെ ഇതാ കാസിൽ നിന്ന്. അപ്പം ഞാൻ ചോദിച്ചേ, ഇതിപ്പോൾ രാജാവിന് ഇരിക്കാൻ തന്നെ സ്ഥലമില്ലല്ലോ, കാരണം ഒരു കാസിൽ വൈബ് എന്തായാലും ഇല്ല. പക്ഷേ ഇത് ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പം ഇതെന്ത് കാണാൻ ഉള്ളതെന്നുള്ള ഒരു ഇതായിരുന്നേ. പിന്നെ കുറേ നേരം എന്നെ പറ്റിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇതല്ല കാസിൽ, ഇനി അങ്ങോട്ട് പോകാനുണ്ടെന്നുള്ളത്. കാസിലേക്ക് കൊണ്ടുപോകും എന്നെ. എവിടെ കാസിൽ? ഇനി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കാസിലെത്തും. അങ്ങ് കാണുന്നതാണ് കേട്ടോ കാസിൽ. കാർട്ടൂണിലൊക്കെ കാണുന്ന പോലത്തെ കാസിൽ. ഞാൻ ശരിക്കും ഇതുപോലെ മൂവീസിലോ കാർട്ടൂൺസിലോ ഒക്കെ ഇങ്ങനത്തെ കാസിൽ, ഈ മോട്ടൊക്കെയുള്ള കാസിൽസ് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു തരത്തിലും ശത്രുക്കൾക്ക് അങ്ങ് ചെന്ന് കയറാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഒരു പാത്ത് മാത്രമേ ഉള്ളൂ കാസിലേക്ക് എത്താനായിട്ട്. അന്നൊരു പക്ഷേ ഇതൊക്കെ ഒരു തടി വെച്ചുള്ള ഒരു പാലമൊക്കെ ആയിരിക്കും. അത് ആൾക്കാർ കയറിയിട്ട് അടയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു പാലമായിരുന്നായിരിക്കും. അങ്ങനെ ഇതാണ് കാസിൽ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഇത് ശരിക്കും റീകൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് ആണ് കേട്ടോ. നമ്മൾ കേറുന്നില്ല, റീകൺസ്ട്രക്ഷൻ ആണ്. അതെ, അത് പണ്ടെങ്ങോ തകർന്നു കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വെച്ച് റീബിൽഡ് ചെയ്തതാ. ജസ്റ്റ് ഒരു മ്യൂസിയം, ലിഫ്റ്റും എല്ലാം ഉള്ള മ്യൂസിയം. കാണുന്ന മാത്രമേ ഉള്ളൂ. അതിൽ ഒതന്റിസിറ്റി ഇല്ല. പക്ഷെ പുറത്ത് കാണുമ്പം കറക്റ്റ് ആയിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം പുതിയ പുതിയ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്ത ഇതിലോട്ട് പോവാണ് ഞങ്ങൾ. ഇവിടെ ഒരു ഒക്ടോപ്പസ് സ്റ്റോൺ ഉണ്ടെന്നാണ് പറയുന്നത്. എത്ര? 108 ടണ്ണ് വെയിറ്റ് ആണ് അതിന്. എന്താ? ഓ, മഴയത്ത് അതിനെ കണ്ട ഒക്ടോപ്പസിന്റെ സ്കിൻ പോലെ തോന്നുന്നു. മഴയത്തല്ല, അതിന്റെ എപ്പോഴൊക്കെ അതിന്റെ കണ്ടു കഴിഞ്ഞാൽ ഒക്ടോപ്പസിന്റെ സ്കിൻ പോലെ തോന്നുന്നത് ആണ് പറയുന്നത്. അത് ശരി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് രാജാക്കന്മാരും അവരുടെ ഭടന്മാരും ഒക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഈ കാണുന്നത്. ഈ വലിയ, അതെ, ഈ വലിയ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, ഈ ഒരു ഒറ്റ സ്റ്റോൺ, അതിനെയാണ് ഒക്ടോപ്പസ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതിന്റെ സ്കിൻ എന്തുകൊണ്ടാണ് ഒക്ടോപ്പസ്? പടപണ്ടാരം ഒരു സ്റ്റോൺ ആണ് കേട്ടോ. അതെ, ഇവിടുന്ന് തുടങ്ങി, അതെ ഈ ഒരു കാണുന്ന കട്ടില്ലേ, അവിടുന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കുന്നത്. എന്താ അല്ലേ? അങ്ങനെ ഒസാക്ക കാസിലിൽ കുറേ നേരം ഞങ്ങൾ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഈ ഒരു സമയമായപ്പോഴത്തേനും എൻ്റെ കാല് കിടന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു ഐറ്റിനറി ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഡേയും വേസ്റ്റ് ആക്കരുത് എന്ന് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അടുത്തത് ഞങ്ങൾ വന്നത് ഷിൻസക്കായി മാർക്കറ്റാണ്. ഒസാക്കയുടെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഷിൻസക്കായി മാർക്കറ്റ്. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ, അതായത് സൺസെറ്റ് സമയത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അല്ലാത്തവരും ഒക്കെ വന്ന് ഇവിടെ ഡ്രിങ്ക് ചെയ്യാനും ഫുഡ് കഴിക്കാനും പിന്നെ കുറേ ഗെയിമിംഗ് ആർക്കേഡ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഒരു ഹാപ്പനിങ് ആൻഡ് ലൈവ്ലി പ്ലേസ് ആണ് ഷിൻസക്കായി. പിന്നെ ഓഫ് കോഴ്സ് ഫുഡി ആയിട്ടുള്ളവർക്ക് പറ്റിയ
പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. കുറച്ചു നേരം കൂടി എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി എനിക്ക് ഈ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ കാൽ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ചേട്ടന് ഇത് കഴിഞ്ഞിട്ട് ഡോണ്ടംപുരി എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്, അവിടെയും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു അടി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. ഞങ്ങൾ 7-Eleven ഇത്രയും ഐറ്റംസ്, സോറി ലോസൺ എന്ന് പറയുമ്പം 7-Eleven ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങി. ഞാൻ വേറൊരു ഐറ്റം കണ്ടിട്ടുണ്ടേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ലുക്കില്ലേ, അത് തന്നെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ബ്രൗൺ ഷുഗർ ഡീപ് ഫ്രൈഡ് ഡോ ബോൾസ്. അപ്പം അത് ഉണ്ണിയപ്പം അല്ലേ? അത് കണ്ടോ, ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ലുക്കൊക്കെ ഇല്ലേ. അങ്ങനെ റൂമിൽ വന്നു, ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങി. അതോടുകൂടി Day 1 കംപ്ലീറ്റഡ്. അപ്പോൾ see you all in my Day 2 vlog.